ഹായ് ഹലോ, നമ്മുടെ കോളേജ് ഉടനെ തന്നെ ഫാഷൻ ഷോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഏത് കോഴ്സാണ് എടുത്തതെന്ന്. ഞാൻ 2 years ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സെക്കൻഡ് ഇയറാണ്. ഫസ്റ്റ് ഇയറിൽ ഒരു ഫാഷൻ ഷോ ഉണ്ട്, സെക്കൻഡ് ഇയറിൽ ഒരു ഫാഷൻ ഷോ ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിലാണ്. അപ്പം നമ്മൾ തന്നെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് അത് നമ്മൾ റാമ്പാക്കി ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീം ട്രഡീഷണലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ട്രഡീഷണലി കഥകളി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർ അതിൽ കളർ ചെയ്യുന്നുണ്ട്, പിന്നെ ചിലർ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. സമയം അങ്ങനെ കുറേ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് പെയിൻ്റ് അടിക്കുകയും വേണം, അല്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരും ഓരോരോ തിരക്കിലാണ്. പലരും പല രീതിയിലാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാർ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത്. അപ്പോൾ ഗിഫ്റ്റ് പേപ്പറും കവറും ന്യൂസ് പേപ്പറും ഒക്കെ വെച്ചിട്ട് അവർ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഡ്രസ്സൊക്കെ അവസാനം വരെ എത്തിച്ചത്. അങ്ങനെ പിന്നെ നമ്മുടെ ഫാഷൻ ഷോയുടെ സമയമായി. 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഫാഷൻ ഷോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫാഷൻ ഷോയുടെ ഉച്ചയ്ക്കാണ് നമ്മൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് എല്ലാം കറക്റ്റാണോ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുമ്പോൾ തെറ്റി പോകാറില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ റീൽസ് കൂടി ചെയ്ത്. അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നു. അപ്പോൾ തന്നെ കുറേ ടൈമായിരുന്നു, ഷോയ്ക്കുള്ള ടൈമായിരുന്നു. അങ്ങനെ പിന്നെ ഷോയ്ക്ക് കയറി. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, തെറ്റിപ്പോകുന്ന ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ല രീതിയിലായിരുന്നു കഴിഞ്ഞത്. തെറ്റിയൊന്നും പോയില്ല, എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇത് പിന്നെ ഒരു കോമ്പറ്റീഷനല്ല, അതിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു.